ഇപ്പോൾ കൊട്ടാരക്കരയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ബഹുമാന്യനായ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ തറക്കല്ലിടുകയും കൊട്ടാരക്കരയുടെ പ്രിയങ്കനായ MLA-യും ധനകാര്യമന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നിരുന്നത്. ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ശ്രമകരമായിട്ടാണ് പുതിയ ബിൽഡിംഗ് അവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി അടുത്ത സമയത്തിന് ഉദ്ഘാടനം ആരംഭിക്കും. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. കൊട്ടാരക്കാർക്ക് ഏറെ ഗുണകരമാണ്. നിലവിലുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് ബിൽഡിംഗ് ഏറെ പരിമിതികളുള്ളതായിരുന്നു. ഇപ്പോൾ വളരെ സൗകര്യത്തോടു കൂടിയുള്ള പുതിയ ഓഫീസാണ് എടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ മുൻകൈയെടുത്ത നമ്മുടെ MLA-യും ധനകാര്യമന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാലിന് കൊട്ടാരക്കര നഗരസഭയ്ക്ക് പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അവിടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടാരക്കരയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ MLA ആയതിനു ശേഷം വന്നിരിക്കുന്നത്. ഡയറ്റ് വിദ്യാഭ്യാസ കോംപ്ലക്സ് അടക്കം ഒരുപാട് പ്രവർത്തനങ്ങൾ, വികസന ഭൗതിക കൊട്ടാരക്കരയുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്ന റോഡിൻ്റെ വികസനമായാലും അതുപോലെ മറ്റ് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിലുള്ള ടെക്നോ പാർക്കുകളും IT പാർക്കുകളടക്കം വർക്ക് നിയർ ഹോം അടക്കമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ കൊട്ടാരക്കരയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോളേജുകൾ, നഴ്സിംഗ് കോളേജ് അടക്കമുള്ള ഒട്ടേറെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിശ്ചയമായും പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആ നിലയിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ച് ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ഈ MLA അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര സുവർണ്ണ അവസരമായി തന്നെ കാണുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസരമായി കൊട്ടാരക്കര പുത്തൂർ റോഡ് ഏറെ മോശകരമായുള്ള സ്ഥിതി ഇപ്പോൾ ഉണ്ട്. എല്ലാ കാലത്തും മഴ പെയ്യുമ്പോൾ ആ റോഡിൻ്റെ വശങ്ങളിലുള്ള ചാലും അതിലെ കലങ്ങുമെല്ലാം പണ്ടങ്ങോ കയ്യേറ്റം നടത്തി അത് വെള്ളമൊഴുകി പോകാൻ വേണ്ടി സ്ഥലമില്ലാതാണ് പദ്ധതി ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും മെയിൻ്റനൻസ് ചെയ്തതാണ്. ഇപ്രാവശ്യം ഈ മഴക്കാലത്ത് ഏറെ ദുഷ്കരമായ യാത്ര ആണുള്ളത്. ഇപ്പോൾ ശ്രീ കെ എൻ ബാലഗോപാൽ മുൻകൈ എടുത്തുകൊണ്ട് ഏതാണ്ട് 9 ലക്ഷം രൂപ അനുവദിച്ച് അത് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ പുനരുദ്ധാരണം ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചയമായും എല്ലാ കാര്യങ്ങളിലും MLA എന്ന നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും കൊട്ടാരക്കരയിലുള്ള മുഴുവൻ വിഷയങ്ങളിലും ശ്രീ കെ എൻ ബാലഗോപാൽ ഇടപെടുന്നുണ്ട്. ആ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണം നല്ല പ്രവർത്തനോദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര സബ് ജയിലിന് സമീപമാണ്. കൊട്ടാരക്കര പുലമഞ്ചേരിയിലുള്ള സബ് ജയിലിന് സമീപമാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്.